ഫംഗ്ഷൻ നമ്മൾ പരിചയപ്പെടുന്നത് ടു അപ്പർ കേസ് ഫംഗ്ഷൻ. നമുക്കറിയാം അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ടു അപ്പർ കേസ് എന്ന് പറയുമ്പോൾ എന്താണോ നിങ്ങൾ എൻ്റർ ചെയ്യുന്നതായിട്ടുള്ള വേർഡോ സെൻറ്റൻസോ എന്താണെങ്കിലും അത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറുന്നു എന്നർത്ഥം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് ടു അപ്പർ കേസ് ഫംഗ്ഷൻ. അപ്പോൾ var x, y x ഈക്വൽ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന വാക്കാണ് നമ്മൾ എക്സിൽ സ്റ്റോർ ചെയ്യണത്. ഇനി y ഈക്വൽ എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് വെച്ചാൽ എന്താണ്? വൈയിലേക്ക് എക്സിനെ നമ്മൾ അപ്പർ കേസ് ആക്കി സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അലേർട്ട് വൈ, അപ്പോൾ വൈയിനെ നമ്മൾ മെസ്സേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി അലേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്, അതായത് ബ്രൗസർ വിൻഡോയിൽ നമുക്ക് നമ്മൾ കൊടുത്ത ജാവാസ്ക്രിപ്റ്റ് എന്ന വേർഡ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറി. അതിന് ശേഷം താഴെ നമ്മളിവിടെ ജസ്റ്റ് ആ ബ്രൗസറിൽ നമുക്കവിടെ ഓക്കെ ബട്ടനോട് കൂടിയിട്ടുള്ള ഒരു ബ്രൗസർ വിൻഡോ നമുക്ക് ഡിസ്പ്ലേ ആകുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും അപ്പർ കേസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടു അപ്പർ കേസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? അലർട്ട് പഠിച്ചു, ഈസ് നോട്ട് എ നമ്പർ പഠിച്ചു, പിന്നെ മൂന്നാമത് പഠിച്ചതാണ് ടു അപ്പർ കേസ് ഫംഗ്ഷൻ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സ് എല്ലാം കൃത്യമായി സ്മോൾ ലെറ്റർ ആണ് വേണ്ടതെങ്കിൽ അവിടെ സ്മോൾ ലെറ്റർ തന്നെ കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടതെങ്കിൽ അവിടെ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണം എന്ന്. ഇതെല്ലാം എന്താണ്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിനെ ആക്കി, അതായത് സ്മോൾ ലെറ്റർ എൻ്റർ ചെയ്യുമ്പോൾ അതിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള റെഡിമെയ്ഡ് ഫംഗ്ഷനാണ് ഇത്.